അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് നമ്മൾ ഇവിടെ നോക്കാൻ പോകുന്നത് 7ാം ക്ലാസ്സുകാരെ താരീഖിന്റെ ഒരു പാദവാർഷിക പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ചോദ്യം 1. യോജിച്ചവ ചേർക്കാം. ബ്രാക്കറ്റിൽ ത്വൽഹാ ഇബ്നു ഉബൈദില്ലാഹി റളിയല്ലാഹു അൻഹു, അബൂ ഉബൈദില്ലാഹി റളിയല്ലാഹു അൻഹു, ഹസൻ റളിയല്ലാഹു അൻഹു, സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു, ആമുൽ ജമാഅ എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. ചോദ്യം 1. ഹവാരി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഡാഷ്. ഉത്തരം സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹു. ചോദ്യം 2. ബനു തൈം കുടുംബം ഡാഷ്. ഉത്തരം ത്വൽഹാ ഇബ്നു ഉബൈദില്ലാഹി റളിയല്ലാഹു അൻഹു. 3. അമീനു ഹാസിൽ ഉമ്മ. ഉത്തരം അബൂ ഉബൈദില്ലാഹി റളിയല്ലാഹു അൻഹു. ചോദ്യം 4. ഹിജ്റ 3-ാം വർഷം മദീനയിൽ ജനിച്ചു ഡാഷ്. ഉത്തരം ഹസൻ റളിയല്ലാഹു അൻഹു. ചോദ്യം 5. ഹിജ്റ വർഷം 40 ഡാഷ്. ഉത്തരം ആമുൽ ജമാഅ. ചോദ്യം 6. ബനു ഹാഷിം കുടുംബം ഡാഷ്. ഉത്തരം അലി റളിയല്ലാഹു അൻഹു. ചോദ്യം 2. 1. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാര്യ ആത്തിക്കയുടെ സഹോദരൻ കൂടിയാണ് ഡാഷ്. ഉത്തരം സയ്യിദ് റളിയല്ലാഹു അൻഹു. ഇത് ചോദ്യം 2 പൂരിപ്പിക്കാം എന്നുള്ളതാണ്. അതിൽ ചോദ്യം 2 പറയണത്. 1 പറഞ്ഞു. ചോദ്യം 2. നബിയോട് വളരെ ശാരീരിക ഉള്ള ഒരാളായിരുന്നു ഡാഷ്. ഉത്തരം ഹസൻ റളിയല്ലാഹു അൻഹു. ചോദ്യം 3. കർബല യുദ്ധം നടന്ന ഹിജ്റ വർഷം. ഉത്തരം 61. ചോദ്യം 4. ഹുസൈൻ റളിയല്ലാഹു അൻഹു വലിയ ധൈര്യശാലിയും ദാന ഡാഷ്. ഉത്തരം ദാനശീലനുമായിരുന്നു. ചോദ്യം 5. ഇസ്ലാമിലേക്ക് 3-ാമതായി പ്രവേശിച്ച വ്യക്തിയായിരുന്നു ഡാഷ്. ഉത്തരം സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു. ചോദ്യം 6. ബനു അസദ് കുടുംബമായ സുബൈർ റളിയല്ലാഹു അൻഹു 15-ാം വയസ്സിലായിരുന്നു ഡാഷ്. ഉത്തരം ഇസ്ലാം സ്വീകരിച്ചത്. ചോദ്യം 3. ഉത്തരം എഴുതാം. 1. മുഹാജിറുകളിൽ മദീനയിൽ ആദ്യമായി ജനിച്ച കുട്ടി ആര്? ഉത്തരം അബ്ദുള്ള. അതിലെ 2ാമത്തെ ക്വസ്റ്റ്യൻ. ത്വൽഹാ റളിയല്ലാഹു അൻഹു ആരിലൂടെയാണ് ഇസ്ലാം എത്തിയത്? ഉത്തരം അബൂബക്കർ റളിയല്ലാഹു അൻഹു. അബൂ ഉബൈദില്ലാഹി റളിയല്ലാഹു അൻഹു വഫാത്തായത് എവിടെയാണ്? ഉത്തരം ഡാഷ്. ജോർദാനിലെ ബൈസാനിലാണ് അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു വഫാത്തായത്. ചോദ്യം 4. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു തബൂക്ക് യുദ്ധത്തിന് നൽകിയ സംഭാവന എത്രയായിരുന്നു? ഉത്തരം 200 ഊക്കിയ സ്വർണം അഥവാ 8000 ദിർഹം. ചോദ്യം 5. കർബല ഏത് നദിയുടെ കരക്കിലാണ്? യൂഫ്രട്ടീസ് നദിയുടെ കരക്കിലാണ് കർബല യുദ്ധം നടന്നത്. നബി തങ്ങൾ ഒരു പാറയിലേക്ക് കയറുവാൻ ത്വൽഹ ഇരുന്നു കൊടുത്തു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് എന്ത്? ഉത്തരം അവജബ ത്വൽഹ അഥവാ ത്വൽഹ സ്വർഗം ഉറപ്പാക്കി. ചോദ്യം 4. കള്ളികൾ പൂരിപ്പിക്കാം. നാമം, മരണം, ഹിജ്റ വർഷം, വയസ്സ്, ഖബർ എന്നൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. ചോദ്യം 1. സുബൈർ റളിയല്ലാഹു അൻഹു ഹിജ്റ 36, മരണപ്പെടുമ്പോൾ വയസ്സ് 64, ഖബർ ബസ്വറയിലാണ്. ചോദ്യം 2. ഉമർ റളിയല്ലാഹു അൻഹു ഹിജ്റ 23, മരണപ്പെട്ട വയസ്സ് 63, ഖബർ എവിടെയാണ്? ഹുജറത്ത് ഷരീഫ്. ചോദ്യം 3. അലി റളിയല്ലാഹു അൻഹു ഹിജ്റ 40, മരണപ്പെടുമ്പോൾ വയസ്സ് 63, കൂഫയിലാണ് അദ്ദേഹത്തിൻ്റെ ഖബറുള്ളത്. ചോദ്യം 4. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഹിജ്റ 35-ാമത്തെ വയസ്സിലാണ് മരണ. ഹിജ്റ വർഷം, വയസ്സ് 83, ഖബറുള്ളത് ജന്നത്തുൽ ബഖിയയിലാണ്. ചോദ്യം 5 പൂരിപ്പിക്കാം. 1. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സ്വർഗാവശിയായ ഒരാൾ ഇപ്പോൾ ഈ വാതിലൂടെ കടന്നു വരും. അപ്പോൾ ആ വഴി ഡാഷ്
സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു കടന്നു വന്നു. ചോദ്യം 2. 10 സഹാബികളെ പറ്റി ഡാഷ് അവർ സ്വർഗത്തിലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. അവർ ഡാഷ് എന്ന് പേരിൽ അറിയപ്പെടുന്നു. അവർ അശറത്തുൽ മുബശ്ശറ എന്ന് പറഞ്ഞ പേരിൽ അറിയപ്പെടുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.